ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് പാസ്തയാണ്. കുക്കർ പാസ്ത വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു വലിയ സവാള ഇട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇച്ചിരി ക്യാരറ്റും മട്ടർ ഞാൻ പൊളിച്ച് വെച്ചിട്ട് അതൊന്ന് മുള പൊട്ടി ഇച്ചിരി വന്നിട്ടുണ്ട്. അപ്പോൾ അത് മട്ടറും അതുകൂടി ഇട്ട് നന്നായി ഇച്ചിരി ഒന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വന്നിട്ട് ഇതിലേക്ക് കഴുകിയ പാസ്തയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാസ്ത നികക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഒരു വിസിൽ വരട്ടെ. ഇപ്പം ഞാൻ ഇതിൽ ഒരു കുക്കറിൽ ഒരു വിസിൽ വന്നിട്ട് പ്രഷർ തുറന്ന് വിടണം, അല്ലെങ്കിൽ അതിരുന്ന് അതിൻ്റെ അകത്തിരുന്നങ്ങ് വെന്തങ്ങ് പോവും. അപ്പോൾ കൊച്ചിന് ടിഫിന് കൊണ്ടുപോകാനായിട്ട് അവന് ചീസും ബ്രെഡും മതിയെന്ന് പറഞ്ഞ് അങ്ങനെ അവന് ചീസും ബ്രെഡും ഇട്ടൊന്ന് അതൊന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ചായ റെഡി ആയായിരുന്നു, ചായയും കൂടെ ഒന്ന് കൊടുക്കട്ടെ. അപ്പം ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുത്തായിരുന്നു. ആ ചീസ് ഒന്ന് മെൽറ്റായി, അത് ഇളകാൻ ഇത്തിരി പ്രയാസമായിരുന്നു. അങ്ങനെ ഞാനതൊന്ന് ഈ നൈഫും കൊണ്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പാസ്തയ്ക്കകത്ത് ഇത്തിരി ടൊമാറ്റോ സോസും മയോണൈസും ഒഴിച്ച് അതും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രഷർ തുറന്ന് വിടാൻ ഇത്തിരി ലേറ്റായിപ്പോയി, അതുകൊണ്ട് അത് ഇച്ചിരി ഒന്ന് വെന്ത് പോയി. രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് മത്തങ്ങയും പയറും ഇട്ട് ഒരു കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതൊന്ന് വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. 2-3 വിസിലടിച്ചെടുക്കും. ഇന്നലത്തെ ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തോരൻ വെക്കുന്നത് കോവയ്ക്കയും ക്യാരറ്റും ഇട്ട തോരനാണ്. അപ്പം ഞാൻ സവാളയൊന്ന് ഇച്ചിരി വാട്ടിയെടുത്തതിന് ശേഷം കോവയ്ക്കയും ക്യാരറ്റും ഇട്ട് കൊടുത്ത് പിന്നെ തേങ്ങയിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും ഇട്ട് ഞാൻ കോവയ്ക്ക ഒന്ന് മിക്സ് ചെയ്തെടുത്തായിരുന്നു. എന്നിട്ടാണ് ഇതിൽ ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊന്ന് ഒതുക്കി അവിടെ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം പയറും മത്തങ്ങയും വെന്തായിരുന്നു, അതൊന്ന് ഞാൻ ഒന്ന് ഉടച്ചെടുക്കട്ടെ. അപ്പം ഞാനവിടെ അതിൻ്റെ അരപ്പിന് വേണ്ടി തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഇതെല്ലാം അരച്ച് ഇതിൻ്റെ അകത്തൊന്ന് അരപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്നൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം നമുക്കിതിൽ കടുക് വറുത്തി ചേർക്കാം. കടുക് വറക്കുന്ന സമയത്ത് ഇച്ചിരി തേങ്ങ തിരുമ്മിയത് 1-2 ടേബിൾ സ്പൂൺ ഇട്ട് വറക്കുവാണെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പരിപ്പ് കറിക്ക്. അപ്പം ഞാനിവിടെ കടുക് വറുത്തി ചേർത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിലിട്ടിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ആ ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.